കർക്കിടകത്തിൽ ചേന കട്ട് ഇതിനോന്നാണ് പറയുന്നത്. പക്ഷെ ഏതായാലും നമുക്ക് കക്കണ്ട, കക്കാതെ തന്നെ നമുക്ക് ചേനയുണ്ട്. ഇതാ നമ്മൾ ഏതായാലും ഈ കർക്കിടകത്തിൽ ഒരു ചേന പറിച്ച് നിന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പം പറിക്കുന്ന സമയം ആകുന്നതല്ലേ ഉള്ളൂ. ഇത് ഓണത്തിന് പറിക്കാൻ കണക്കാക്കി നട്ട ചേനയാണ്. പക്ഷേ കർക്കിടകത്തിൽ കൊതി വന്നപ്പോൾ അങ്ങ് പറിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ തണ്ട് നമ്മൾ കളയുന്നില്ല കേട്ടോ. തണ്ട് നമുക്ക് ചേനത്തണ്ടും ചെറുപയറും കൂടെ ഇട്ട് അടിപൊളിയായിട്ട് കറി വെക്കാനുള്ള. ഇതാണ് നമ്മുടെ ചേന. ഈ ചേന തന്നെ പറിച്ചു നോക്കുക. ഇതാ ചേന കുറച്ചുണ്ട് കേട്ടോ. ഇവരൊക്കെ ഉണ്ട്. ഇത് ചാണകം മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ രാസവളം ഇടാത്തതുകൊണ്ട് എങ്ങനെ വല്ലതും ഉണ്ടോയെന്നറിയില്ല. നോക്കാം നമുക്ക്. ഈ രണ്ട് തണ്ട് വന്നത് രണ്ട് ചേന ഉണ്ടാവോ? രണ്ട് തണ്ട് വന്നത് രണ്ട് ചേന ഉണ്ടാവോ? എത്ര മുള വരുന്നോ അത്രയും ഉണ്ടാവോ? ഓരോ മുളയ്ക്ക് ഓരോ ചെറിയ ചേന കാണും, ഒരു വലിയ ചേന കാണും. വലിയ തണ്ടിന് വലിയ ചേന കാണും. എക്സ്ട്രാ മുള വരുന്നതിന് ഓരോ ചെറുതതിൻ്റെ അടുത്ത് കാണും. ഉദ്ദേശിച്ചല്ല കേട്ടോ. ഇതാണ് നമ്മുടെ കൃഷിൻ്റെ ഇത്. രാസവളം ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതുണ്ടോ മണ്ണിൽ ചേന വരെ മണ്ണിൽ കണ്ടോ.